താനാണ് ലുലു മോൾ നടത്തുന്നതെങ്കിൽ പാർക്കിംഗ് ഫീ വാങ്ങില്ലെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര. പകരം ആ പൈസയും കൂടെ മാളിലെ ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുത്തും. സ്വാഭാവികമായും ആളുകൾ അപ്പോൾ പരാതി ഉയർത്തില്ല എന്നും ബുദ്ധിയുള്ള ബിസിനസ്സുകാർ പാർക്കിംഗ് ഫീ കൂടി ചേർത്താണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം സംസാരിച്ചത്. ഒരു വർഷം പാർക്കിംഗ് ഇനത്തിൽ കിട്ടുന്ന വരുമാനത്തെ ഓരോ പ്രൊഡക്റ്റിലും വിലയിട്ടാൽ പ്രശ്നം തീരില്ലേ, പരാതിയും തീരില്ലേ? ഒരു 50 പൈസ വെച്ച് പ്രൊഡക്റ്റിന് കൂടും. ഇത് കസ്റ്റമേഴ്സ് മനസ്സിലാക്കുമോ? അവർക്ക് പരാതി ഉണ്ടാകുമോ? മറ്റ് സ്ഥാപനങ്ങളെല്ലാം അതാണ് ചെയ്യുന്നത്. പാർക്കിംഗ് ഫീ കൂട്ടി ചേർത്താണല്ലോ ഹോട്ടലുകൾ നിങ്ങളുടെ ബില്ല് ഈടാക്കുന്നത്. ഈ ബോധം ഉപഭോക്താക്കൾക്ക് വേണം, സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു. സഫാരി ചാനലിന്റെ മൂലധനം എന്താണെന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി. അധ്വാനിക്കാനുള്ള മനസ്സ് തന്നെയാണ് അതിന്റെ മൂലധനം. സഫാരി ചാനൽ ആരംഭിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലെ ആളുകൾ വിട്ടുപോയാൽ നമ്മൾ ആ സ്ഥാപനം പൂട്ടേണ്ടി വരുമോ എന്ന്. ഞാൻ ഒരു തീരുമാനമെടുത്തു, ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന്. ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കറിയാം. സഞ്ചാരം എന്ന പരിപാടി കൊണ്ട് ഞാൻ തുടങ്ങിയ ചാനലാണിത്. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ആശ്രയിക്കാതെ ആ ചാനൽ കൊണ്ടുപോകാൻ എനിക്കറിയാം. ഒരിക്കൽ പോലും സഫാരിയിൽ പരസ്യം കൊടുക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. പരസ്യമില്ലാതെ തന്നെ സഫാരിയിൽ വരുമാനമുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. എനിക്കൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വിജയകരമായി വർക്ക് ചെയ്തത് കൊണ്ടാണ് ഇത്രയും കൊല്ലം സഫാരി ചാനൽ വിജയകരമായി മുന്നോട്ട് പോയത്. ഞാൻ എന്റെ ഒരു സ്ഥാപനത്തിലെ ലാഭമെടുത്ത് മറ്റൊരു സ്ഥാപനം നടത്താറില്ല. ഓരോ സ്ഥാപനവും ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ പൂർണ്ണ വിജയം നേടി വ്യവസായിയല്ല. എന്നാൽ എന്റെ സ്ഥാപനങ്ങളെല്ലാം വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. കഠിനമായ പ്ലാനിങ്ങും അധ്വാനവും അതിന് സഹായിച്ചിട്ടുമുണ്ട്. സാമ്പത്തിക അച്ചടക്കം എനിക്കുണ്ട്. ഒരു സ്ഥാപനത്തിലെ ലാഭം മറ്റൊരു സ്ഥാപനത്തിനായി ഞാൻ ഉപയോഗിക്കാറില്ല. സഫാരിക്കും ലേബർ ഇന്ത്യക്കും സഞ്ചാരി എക്സ്പ്ലോറേഷനും വിജയകരമായി മുന്നോട്ട് പോകാനുള്ള പണം അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പാക്കുന്നുണ്ട്. എല്ലാത്തിനും മിനിമം ലാഭമുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലാഭം ഇല്ലാതെ ബിസിനസ് നടക്കുന്നത് ശരിയല്ലല്ലോ. കേരളം ഇവിടുത്തെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും വെച്ച് പല മേഖലകളിലും ഏറെ മുൻപന്തിയിലാണ്. പക്ഷെ 2050 അഭിമുഖീകരിക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആലോചിച്ചിട്ടില്ല. അത്തരത്തിലുള്ള പദ്ധതികൾ ആലോചിച്ചാലല്ലേ നമുക്ക് അവിടെ എത്താൻ സാധിക്കൂ. 2050 കൊച്ചി എങ്ങനെയായിരിക്കുമെന്ന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. അത്തരത്തിലൊരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ ഇല്ല. മാസ്റ്റർ പ്ലാൻ ഇല്ലാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും പരാജയം. കേരളത്തിൽ റെസ്പോൺസ് ടൂറിസം നടപ്പാക്കണം. സാധാരണക്കാർക്കും ടൂറിസത്തിന്റെ ഗുണഫലങ്ങൾ കിട്ടണം. അവരും കൂടി ഉൾപ്പെടണം അതിൽ. കേരളത്തിലേക്ക് ആളുകൾ വരുന്നത് കേരളത്തിലെ പ്രകൃതിയും ജീവനും കാണാനാണ്. വ്യത്യസ്തമായ സംസ്കാരവും ഭക്ഷണവും അറിയാനാണ്. അത് എങ്ങനെ ഫലപ്രദമായി ഒരുക്കാം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു.